കൊളാർക്സ് അക്കാഡമി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത നമ്മുടെ സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇന്ന് പേപ്പർ 4മായി ബന്ധപ്പെട്ട് റവന്യൂ ടെസ്റ്റ് പേപ്പർ 4മായി ബന്ധപ്പെട്ട ചില ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് നമ്മളിത് ഓൾറെഡി നേരത്തെ വളരെ വിശദമായി പേപ്പർ 1ലും 2ലും 3ലുമായിട്ട് പഠിച്ച ടോപ്പിക്സുകളാണ് നമ്മളെ പേപ്പർ 4ൽ വരുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ബ്രഷപ്പ് ചെയ്താൽ മാത്രം മതിയാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് ജമാബന്ദിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. ഫ്രീക്വന്റ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, 2-3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും 2 ക്വസ്റ്റ്യൻസ് ഉറപ്പായും എല്ലാ പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോ ഈ ജമാബന്ദി എന്ന് പറയുന്നത് നിങ്ങൾ വില്ലേജിലും താലൂക്കിലും കളക്ടറേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. അതായത് നമ്മൾ വില്ലേജ് ഓഫീസുകളിൽ നടത്തുന്ന വാർഷിക പരിശോധനയാണ് ജമാബന്ദി. ഓക്കെ, വാർഷിക പരിശോധന എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഈ ആനുവലി നടത്തുന്നതാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തുന്ന പരിശോധനയാണ്. ഓക്കെ, അതാണ്. അപ്പോൾ ചോദ്യം വരുന്നത്, ഇത് എപ്പോഴാണ് വർഷത്തിൽ എത്ര തവണയാണ് ഈ ഇൻസ്പെക്ഷൻ നടത്തുന്നതെന്നായിരിക്കും ചോദ്യം. വാർഷികമാണ്, അപ്പൊ അതുകൊണ്ട് ആനുവലി എന്നുള്ളതായിരിക്കും ആൻസർ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മുടെ വില്ലേജ് ഓഫീസുകളിൽ മറ്റ് ഓഫീസുകളിൽ AG നടത്തുന്നത് പോലെ AG ഓഡിറ്റ് വില്ലേജ് ഓഫീസുകളിൽ ഇല്ല. പകരം വകുപ്പ് തന്നെ നടത്തുന്ന ജമാബന്ദി പരിശോധനയാണ് ഈ വില്ലേജ് ഓഫീസുകളിൽ നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ജമാബന്ദി എന്ന് പറയുന്ന ഈ പരിശോധന, വാർഷിക പരിശോധന, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ പലരും വില്ലേജ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ചിലർ പുതുതായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കും, കാരണം താലൂക്കിൽ നിന്നും വരുന്നുണ്ട് ജമാബന്ദി പരിശോധന, അതുപോലെ തന്നെ കളക്ടറേറ്റിൽ നിന്നും വരുന്നുണ്ട്. അപ്പൊ 2 തവണ ജമാബന്ദി പരിശോധന നടക്കുന്നില്ലേ എന്ന് നിങ്ങൾക്കൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരാം. പക്ഷെ അങ്ങനെയല്ല, അത് നിങ്ങൾക്ക് താഴേക്ക് ഞാൻ ഇനി പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ഈ ജമാബന്ദിയിൽ ശരിക്കും പരിശോധിക്കുന്നത് അവിടുത്തെ രജിസ്റ്ററുകളെല്ലാം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ പ്രധാനമായിട്ട് പരിശോധിക്കും. അതുപോലെ തന്നെ അക്കൗണ്ട്സ് എല്ലാം ക്ലിയർ ആണോ എന്ന് പരിശോധിക്കും. DCB പരിശോധിക്കും. അതുപോലെ തന്നെ നികുതികളെല്ലാം യഥാക്രമം വന്നിട്ടുണ്ടോ, യഥാസമയം പിരിച്ചെടുത്തിട്ടുണ്ടോ, അതുപോലെ പിരിച്ചെടുത്ത നികുതി യഥാസമയം നിങ്ങൾ ഒരു ഒടുക്ക് വരുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ ഈ ജമാബന്ദിയിൽ പരിശോധിക്കും. അതുകൊണ്ട് തന്നെ ജമാബന്ദി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ തന്നെയാണ്. ഓക്കെ, ഇനി ജമാബന്ദി ഓഫീസർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമുക്ക് നോക്കാം. അതായത് ജമാബന്ദി ഓഫീസർ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ് ജമാബന്ദി ഓഫീസർ. ഓക്കെ, അല്ലെങ്കിൽ ഈ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തുന്ന ഒരു ഓഫീസർ ആയിരിക്കും. അദ്ദേഹം ഡെപ്യൂട്ടി കളക്ടർ റാങ്കിലുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ RDO ആയിരിക്കാം, അല്ലെങ്കിൽ സബ് കളക്ടർ ആയിരിക്കാം. അപ്പൊ ഈ ജമാബന്ദി ഓഫീസർ എന്ന് പറയുന്നത് ഓരോ താലൂക്കിനും ഓരോ ജമാബന്ദി ഓഫീസർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും, തഹസിൽദാരെ ജമാബന്ദി ഓഫീസറായിട്ട് നിയമിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇല്ല, തഹസിൽദാരെ ജമാബന്ദി ഓഫീസറായിട്ട് നിയമിക്കാൻ കഴിയില്ല. ഡെപ്യൂട്ടി കളക്ടർ റാങ്കിലുള്ള ഓഫീസർ ആയിരിക്കും ജമാബന്ദി ഓഫീസറായിട്ട് നിയമിക്കപ്പെടുന്നത്. ഓക്കെ, ഇനി ഈ ജമാബന്ദിക്ക് ഒരു പ്രത്യേക പ്രൊസീജിയർ ഉണ്ട്. അതായത് എല്ലാ വർഷവും ജില്ലാ കളക്ടർ ഒരു പ്രോഗ്രാം തയ്യാറാക്കും. അതായത് ഒരു ബന്ധപ്പെട്ട താലൂക്കിലെ എല്ലാ വില്ലേജും എടുത്തിട്ട് അവിടെ ഈ ജമാബന്ദി ഏതൊക്കെ സമയം കംപ്ലീറ്റ് ആവും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശദമായ ഒരു ഡാറ്റ തയ്യാറാക്കി അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. ഓക്കെ, ഇതിനെയാണ് ഈ ജമാബന്ദിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോ ഈ ജമാബന്ദി ഈ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ജൂൺ 15. ഓക്കെ, നോട്ട് ദ പോയിന്റ്, ജൂൺ 15-നാണ് ജമാബന്ദി സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ വർഷവും. ഓക്കെ, അത് തുടങ്ങി ഒക്ടോബർ 15-ന് ഇത് അവസാനിക്കും. ഓക്കെ, ജൂൺ 15-ന് തുടങ്ങി ഒക്ടോബർ 15-ന് അവസാനിക്കും. അപ്പോൾ ഇതിന് വേണ്ട റെക്കോർഡ്സ് എല്ലാം വില്ലേജ് സ്റ്റാഫ് എപ്പോൾ തയ്യാറാക്കണമെന്ന് പറഞ്ഞാൽ, വില്ലേജ് സ്റ്റാഫ് ഇതിന് 1 മാസം മുമ്പ്, അതായത് ജൂൺ 15-ന് 1 മാസം മുമ്പ്, മെയ് 15-ന് തന്നെ വില്ലേജ് സ്റ്റാഫ് ഈ ജമാബന്ദി റെക്കോർഡ്സ് എല്ലാം തയ്യാറാക്കി ജമാബന്ദിക്ക് തയ്യാറായിരിക്കണം. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ ഈ ജമാബന്ദി ഈ കളക്ടറേറ്റിൽ നിന്ന് ജമാബന്ദി പ്രോഗ്രാം ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രിലിമിനറി ജമാബന്ദി പരിശോധന താലൂക്ക് ഓഫീസിൽ നിന്നും തഹസിൽദാർ നടത്തും. മനസ്സിലായോ? അതായത് മെയ് 15 ആകുമ്പോൾ തന്നെ ഈ വില്ലേജുകാരെല്ലാം കംപ്ലീറ്റ് റെക്കോർഡുകൾ തയ്യാറാക്കി വെക്കുന്നു. അത് കഴിഞ്ഞ് കളക്ടറേറ്റിൽ നിന്ന് ഒരു അറിയിപ്പ് വരുന്നു. അതായത് ജമാബന്ദി പ്രോഗ്രാം ഇങ്ങനെയാണ് എന്നുള്ള അറിയിപ്പ് വരുന്നു. ഈ അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു പ്രിലിമിനറി ജമാബന്ദി പരിശോധന തഹസിൽദാർ താലൂക്ക് ഓഫീസിൽ നിന്ന്
ബന്ധപ്പെട്ട ചാർജ് ഓഫീസർ, അതായത് ഈ ടീം ഹെഡ് ചെയ്യുന്നത് ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ ആയിരിക്കും. പിന്നെ 2-3 ക്ലർക്കുമാരൊക്കെ ഉണ്ടാവും. അവർ പോയി ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ റെക്കോർഡ്സ് എല്ലാം കംപ്ലീറ്റ് പരിശോധിക്കും. ഓക്കെ, എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യും. ഓക്കെ, ഇതാണ് നിങ്ങൾ 2 ജമാബന്ദി നടക്കുന്നില്ല എന്ന് പറയുന്നത്. താലൂക്കിൽ നിന്ന് നടക്കുന്നത് പ്രിലിമിനറി ജമാബന്ദി പരിശോധനയാണ്. ഇത് ജസ്റ്റ് ശരിക്കുള്ള ജമാബന്ദി പരിശോധനയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ഓക്കെ, ഈ പ്രിലിമിനറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ജില്ലാ കളക്ടറുടെ ടീം, അതായത് ഒറിജിനൽ ജമാബന്ദി പരിശോധന ടീം കളക്ടറേറ്റിൽ നിന്ന് വരുള്ളൂ. ഓക്കെ, ഇനി ഈ ജമാബന്ദി എല്ലാം നമ്മൾ ഒക്ടോബർ 15 ഫിനിഷ് ചെയ്യുന്നുണ്ട്. ആ റിപ്പോർട്ടെല്ലാം എടുത്തതിന് ശേഷം ആ വർഷം ഡിസംബർ 31 മുമ്പ് തന്നെ എല്ലാ വില്ലേജിലും ജമാബന്ദി പരിശോധന പൂർത്തിയായി എല്ലാം സെറ്റായി എന്നുള്ള വിവരം ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് ലാൻഡ് റവന്യൂ കമ്മീഷണറിന് ജില്ലാ കളക്ടർ അയച്ചു കൊടുക്കും. ഓക്കെ, അതുപോലെ ഈ കണക്കുകളിൽ റൈറ്റ് ഓഫ് ചെയ്യാനും അതുപോലെ കുറവ് വരുത്താനൊക്കെ ഉള്ള അധികാരം ജമാബന്ദി ഓഫീസർക്ക് ഉണ്ടായിരിക്കും. ഇതാണ് ഈ ജമാബന്ദിയെ പറ്റിയുള്ള ഒരു കാര്യങ്ങൾ. ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി. ഇതൊക്കെ തന്നെ ആയിരിക്കും ജമാബന്ദിക്ക് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ആ ഡേറ്റ് എന്നാണ്, അതായത് ആർക്കാണ് ഈ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുന്നത്, ജമാബന്ദി ഓഫീസർ ആരാണ്, പ്രിലിമിനറി ജമാബന്ദി എങ്ങനെയാണ് നടക്കുന്നത്, ജമാബന്ദി ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ജമാബന്ദി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ട് റെസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് ബൈ വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞിട്ട് ഒരു ടേം ആണ് സ്ഥിരം ചോദിച്ചു കാണുന്നത്. അതായത് വില്ലേജിൽ വരുന്ന വില്ലേജ് ഓഫീസർ നടത്തുന്ന ഈ പിന്നെ പൈസ സംബന്ധമായിട്ടുള്ള പൈസ സ്വീകരിക്കലും പൈസ ചെലവഴിക്കലും സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഈ ജമാബന്ദിയിൽ വരുന്നത്. അതിന്റെ ടേം എന്ന് പറഞ്ഞാൽ റെസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് ബൈ വില്ലേജ് ഓഫീസർ എന്ന് പറയുന്നതാണ്. അതായിരിക്കും ആ കീവേഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അതായത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിന് 2 ചോദ്യം മാത്രമേ ചോദിക്കാറുള്ളൂ. ഓക്കെ, നോർമലി ചോദിച്ച് കണ്ടിട്ടുള്ളൂ. അതായത് ഒരു വില്ലേജ് ഓഫീസിലെ റെക്കോർഡുകൾ നശിപ്പിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ നശിപ്പിക്കേണ്ട റെക്കോർഡുകളും വിവരങ്ങൾ ചേർന്ന ഒരു രജിസ്റ്റർ വില്ലേജ് ഓഫീസിൽ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഡിസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഈ ഡിസ്ട്രക്ഷൻ രജിസ്റ്റർ ഒരു പെർമനന്റ് രജിസ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കത്തിച്ച് കളയുന്നത് 1964 കേരള ഡിസ്ട്രക്ഷൻ ഓഫ് റെക്കോർഡ്സ് റവന്യൂ ഓഫീസേഴ്സ് റൂൾസിലാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഈ നിശ്ചിത കാലം കഴിഞ്ഞ റെക്കോർഡുകൾ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ള വിവരങ്ങളെല്ലാം ഈ നടപടിക്രമം എല്ലാം ഈ റൂളിലാണ് പറയുന്നുണ്ട്. അപ്പൊ ആ റൂള് പ്രകാരമാണ് നമ്മൾ കത്തിച്ച് കളയുന്നത്. ഓക്കെ, സാധാരണ നമ്മൾ വില്ലേജ് ഓഫീസിൽ വരുന്ന വേസ്റ്റുകൾ നമ്മൾ പിന്നെ ഇത് ലേലം ചെയ്ത് കൊടുക്കാറാണ് പതിവ്. പക്ഷെ ഉപയോഗശൂന്യമായ സാധനങ്ങൾ നമ്മൾ കത്തിച്ച് കളയും. ഓക്കെ, ഇതെല്ലാം ഇതിനെ ഫോളോ ചെയ്യുന്ന എന്തൊക്കെ നടപടിക്രമങ്ങളാണെന്നുള്ളത് ഈ കേരള ഡിസ്ട്രക്ഷൻ ഓഫ് റെക്കോർഡ്സ് റവന്യൂ ഓഫീസേഴ്സ് റൂൾസിൽ വിശദമായി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതിൽ നിന്ന് വരുന്നത് ഒരു പ്രത്യേക റെക്കോർഡ് എത്ര വർഷം നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കണം. ഫോർ എക്സാമ്പിൾ തണ്ടപ്പേര് അക്കൗണ്ട് എത്ര വർഷമാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത്, പോക്കുവരവ് കേസുകളുടെ റെക്കോർഡ് എത്ര വർഷം കാത്തുവെക്കണം, തുടങ്ങിയ DCB രജിസ്റ്റർ എത്ര വർഷം വയ്ക്കണം തുടങ്ങിയ ചോദ്യങ്ങളാണ് വരുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ഈ ലാൻഡ് റവന്യൂ മാനുവൽ നമ്മൾ വോളിയം 6 നമ്മുടെ ബുക്കില്ലേ, വിത്ത് ബുക്ക്, ആ ബുക്കിലെ 326, 327, 328 എന്ന 3 പാരഗ്രാഫിലായിട്ട് ഈ ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആ 326, 327, 328 എന്ന് പറയുന്ന അവിടേക്ക് പോവുക. അവിടെ ഈ പിന്നെ നശിപ്പിക്കാവുന്ന റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ട് കുറെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല എന്നുള്ള റെക്കോർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 3 ഖണ്ഡികയായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ പോവുക, ജസ്റ്റ് എടുക്കുക. സാധാരണ ചോദിക്കുന്നത് തണ്ടപ്പേര് അക്കൗണ്ട് എത്ര വർഷം സൂക്ഷിക്കണമെന്നാണ്. അത് 30 വർഷമാണ്. അതുപോലെ തന്നെ ബ്ലാങ്ക് തണ്ടപ്പേർ അക്കൗണ്ട് ഉണ്ട്, അത് 1 വർഷം സൂക്ഷിക്കണം. അതുപോലെ തന്നെ പോക്കുവരവ് കേസുകൾ 30 വർഷം നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അതുപോലെ തന്നെ DCB രജിസ്റ്റർ ആണെങ്കിൽ 10 വർഷം നമ്മൾ നശിപ്പിക്കാതെ 10 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ നശിപ്പിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾ ഖണ്ഡിക നോക്കി വെക്കുക. 326, 327, 328 ഈ ഖണ്ഡികയിലാണ് ഇതെല്ലാം ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ വരുന്നത് ഏതൊക്കെ രജിസ്റ്റർ നശിപ്പിക്കാൻ പാടില്ല എന്ന് ചോദിക്കും. അപ്പൊ അവിടെ നമുക്ക് A രജിസ്റ്റർ, B രജിസ്റ്റർ, C രജിസ്റ്റർ, D രജിസ്റ്റർ, A രജിസ്റ്റർ, B രജിസ്റ്റർ എന്നൊക്കെ പറയുന്ന ഈ എന്താണ് ഇംഗ്ലീഷ് അക്ഷരമാല കൊണ്ട് തുടങ്ങുന്ന രജിസ്റ്ററുകളുണ്ട്. ഇതൊന്നും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. അവിടെ ആകെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വരുന്ന DCB എന്ന് പറയുന്ന നമ്മുടെ DCB രജിസ്റ്റർ മാത്രം 10 കൊല്ലം കഴിഞ്ഞ് നശിപ്പിക്കാം. ബാക്കി A, B, C, D, AA, BB
തുടങ്ങിയ രജിസ്റ്ററുകളെല്ലാം തന്നെ നമുക്ക് നശിപ്പിക്കാൻ പാടില്ല. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇതാണ് നമ്മുടെ രജിസ്റ്ററുകൾ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. ഇനി നമുക്ക് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് നോക്കാം. അടുത്തൊരു ചെറിയ ടോപ്പിക്കാണ്. നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 എന്ന് പറയുന്ന നിയമം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഈ നിയമം നിലവിൽ വന്നത് എന്നാണ്, അല്ലെങ്കിൽ പാസ്സാക്കിയത് എന്നാണ് എന്ന ചില ചോദ്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ അത് 12/8/2008 തീയതി പ്രാബല്യത്തിൽ നടപ്പിലാക്കിയ നിയമമാണ് നമ്മുടെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. ഓക്കെ, ഇതിൽ 2 ടേംസ് നമ്മൾ പഠിക്കണം. കൺവേർഷൻ എന്താണ്, റിക്ലമേഷൻ എന്താണ് എന്നുള്ള 2 ടേംസ് നമ്മൾ ഇവിടെ നോക്കി വെക്കണം. ഓക്കെ, അതായത് ഈ നെൽവയലിനെ വേറെ ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പരിവർത്തനം എന്ന് പറയുന്നത്. പരിവർത്തനം ചെയ്ത ഭൂമി നമുക്ക് വീണ്ടും നെൽവയലായിട്ട് തിരിച്ചു കൊണ്ടുവരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, പറ്റും. അതിനെയാണ് നമ്മൾ കൺവേർഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നെൽവയലില് അതിൽ നമ്മൾ വാഴ നടുകയാണെങ്കിൽ അത് കൺവേർഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി റിക്ലമേഷൻ എന്ന് പറഞ്ഞാൽ അത് രൂപാന്തരപ്പെടുത്തലാണ്. അതായത് പൂർവ്വസ്ഥിതിയിൽ ഒരിക്കലും ആക്കാൻ പറ്റാത്ത തരത്തിൽ നെൽവയലിനെ അല്ലെങ്കിൽ തണ്ണീർത്തടത്തിന് മാറ്റം വരുത്തിയാൽ അതിനെ നമ്മൾ റിക്ലമേഷൻ എന്ന് പറയും. റിക്ലമേഷൻ, രൂപാന്തരപ്പെടുത്തൽ എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി നെൽവയൽ എന്താണെന്ന് ചോദിച്ചാൽ, അയ്യോ അത് പറഞ്ഞില്ലല്ലോ. നെൽവയൽ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു വർഷമെങ്കിലും നമ്മൾ നെൽകൃഷി നടത്തുന്നതും അല്ലെങ്കിൽ നെൽകൃഷിക്ക് അനുയോജ്യമായി തരിച്ചിട്ടിരിക്കുന്നതുമായ സ്ഥലങ്ങളെയാണ് നമ്മൾ നെൽവയലുകൾ എന്ന് പറയുന്നത്. ഈ നെൽവയലുകളുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന ചിറകള്, അതുപോലെ തന്നെ ചാലുകള്, കുളങ്ങള്, കൈത്തോടുകൾ, ഇതെല്ലാം ഈ നെൽവയലിന്റെ ഡെഫിനിഷനിൽ വരും. ഓക്കെ, സെക്ഷൻ 3 പ്രകാരം, നമ്മുടെ ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ സെക്ഷൻ 3 പ്രകാരം നെൽവയല് നമ്മൾ കൺവേർട്ട് ചെയ്യാനോ കൺവേർഷനോ റിക്ലമേഷനോ ചെയ്യാൻ പാടില്ല, പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തണ്ണീർത്തടം എന്താണെന്ന് നോക്കാം. തണ്ണീർത്തടവും വളരെ സിമ്പിൾ ആണ്. അതായത് ഈ വാട്ടർ ലോക്ഡ് ആയിട്ടുള്ള ഏരിയാസിനെയാണ് നമ്മൾ തണ്ണീർത്തടം എന്ന് പറയുന്നത്. വാട്ടർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഏരിയകളായിരിക്കും. ഓക്കെ, ചിലപ്പോ ഇത് വെള്ളത്താൽ മൂടിക്കിടക്കും, പക്ഷെ എന്തായാലും ഈ ജലത്താൽ പൂരിതമായ മണ്ണായിരിക്കും ഈ തണ്ണീർത്തടം. അതായത് ഉദാഹരണം പറഞ്ഞ കായലുകള്, ചതുപ്പുകള്, കണ്ടൽക്കാടുകളൊക്കെ തണ്ണീർത്തടമാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു പ്രധാന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഈ നെൽവയലുകളും നദികളും തണ്ണീർത്തടമല്ല. അപ്പൊ താഴെ പറയുന്നതിൽ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, താഴെ പറയുന്നതിൽ പിന്നെ തണ്ണീർത്തടം അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചിട്ട് അവർ പാഡി ലാൻഡ് എന്ന് പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും അവിടെ വെള്ളം ഉണ്ടല്ലോ. അങ്ങനെയല്ല. വെള്ളം ഈ വാട്ടർ ലോക്ഡ് ഏരിയാസിൽ അല്ലെങ്കിൽ വാട്ടർ സാച്ചുറേറ്റഡ് ഉള്ള ഏരിയാസിൽ ഈ പാഡി ലാൻഡും അതുപോലെ തന്നെ നദികളും തണ്ണീർത്തടത്തിന്റെ പരിധിയിൽ വരുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ കൺവേർഷനും റിക്ലമേഷനും അത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ തണ്ണീർത്തടത്തിൽ നിന്ന് റൂള് 11 പ്രകാരം ഒരിക്കലും മണലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വാരി മാറ്റാൻ പാടില്ല. അത് റൂള് 11 പ്രകാരം, സെക്ഷൻ 11 പ്രകാരം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെൽവയലുകൾ അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങൾ നമുക്ക് നിയമപരമായിട്ട് രൂപാന്തരപ്പെടുത്താൻ പറ്റും. അതായത് വീട് വയ്ക്കാൻ നമുക്ക് ഫോം 1 അപേക്ഷ കൊടുക്കാം, അല്ലെങ്കിൽ മറ്റ് പൊതു ആവശ്യങ്ങൾക്കാണെങ്കിൽ ഫോം 2 നമുക്ക് അപേക്ഷ കൊടുക്കാം. അപേക്ഷ കൊടുക്കേണ്ടത് കൃഷി ഓഫീസർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. കൃഷി ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കാനുള്ളത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു അപേക്ഷ കിട്ടിയാൽ പഞ്ചായത്ത് ഏരിയയിൽ 10 സെന്റും കോർപ്പറേഷൻ ഏരിയയിൽ 5 സെന്റും അത് റിക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ അതിനുള്ള റിപ്പോർട്ട് ലോക്കൽ മോണിറ്ററിംഗ് കമ്മിറ്റി, അതായത് പ്രാദേശിക മോണിറ്ററിംഗ് കമ്മിറ്റി 60 ദിവസത്തിനുള്ളിൽ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി, ജില്ലാ കളക്ടറുടെ കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് പ്രാദേശിക മോണിറ്ററിംഗ് കമ്മിറ്റി ആരാണെന്ന് നോക്കാം. പ്രാദേശിക മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ LSGD, അതായത് നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ചെയർമാൻ. ഇവിടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ചെയർമാൻ ആയിരിക്കും, അല്ലെങ്കിൽ കൃഷി ഓഫീസർ കൺവീനർ ആയിരിക്കും, വില്ലേജ് ഓഫീസർ മെമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ ആ ഏരിയയിൽ നെൽകൃഷി ചെയ്യുന്ന 3 കർഷകരെ നോമിനേറ്റ് ചെയ്യും. ഈ ഒരു കമ്മിറ്റിയാണ് പ്രാദേശിക മോണിറ്ററിംഗ് കമ്മിറ്റി. പ്രാദേശിക മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് ഈ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുന്നത്. പ്രാദേശിക മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് ഡാറ്റാ ബാങ്ക് അപ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, തയ്യാറാക്കുന്നത് ആരാ? അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. വില്ലേജ് ഓഫീസറും പിന്നെ ഈ കൃഷി ഓഫീസറും കൂടെ ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തിയാണ് ഈ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കി പ്രാദേശിക മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ നെൽവയലൊക്കെ നികത്തുന്ന ലോറികൾ അത് വില്ലേജ് ഓഫീസർക്ക് പിടിച്ചെടുക്കാം. 48 മണിക്കൂറിനുള്ളിൽ മഹസർ എഴുതി ഒരു റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൊടുക്കണം. 48 മണിക്കൂറിനുള്ളിൽ കൊടുക്കണം. ഓക്കെ,
ഈ പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് ഇത്രയും ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചു വരുന്നത്. ഇതിൽ കൂടുതലൊന്നും ഈ പേപ്പർ 4 ചോദിച്ചു കണ്ടിട്ടില്ല. സോ ഈ 3 ടോപ്പിക്ക് നിങ്ങൾ ഇടയ്ക്ക് ക്ലാസ് കേൾക്കുക. ഇതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അനലൈസ് ചെയ്യാം. അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് കോളാർക്സ് അക്കാഡമി.